തിരുവനന്തപുരം വർക്കല പാപനാശത്ത് വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. ശക്തമായ കടൽക്ഷോഭത്തിൽ തകർന്ന ബ്രിഡ്ജിന്റെ ഒരു ഭാഗം കടലിലേക്ക് ഒഴുകിപ്പോയി. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നു. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഈ സുരക്ഷാ കാരണങ്ങൾ കുറിച്ച് പഠിക്കാനും മറ്റുമായി വീണ്ടും ഇത് സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഒരിക്കൽ തകർന്നുപോയ ഈ പാലം വീണ്ടും നിർമ്മിച്ചത്. അതിനുശേഷം സന്ദർശകർ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു വിശദാംശങ്ങൾ? തുടർന്ന് എപ്പോഴാണ് ഇത് വീണ്ടും ഒരു ഭാഗം കടലിലേക്ക് ഒഴുകിപ്പോയത്? മൂത്തി, കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടൽക്ഷോഭത്തെ തുടർന്ന് തകരുകയും വന്ന 15 പേർ കടലിൽ വീണ് പരിക്കേൽക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ നിന്ന് മാറ്റിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പഠനാവശ്യത്തിന്, സുരക്ഷാ പഠനത്തിന് വേണ്ടി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല പാപനാശം ബീച്ചിൽ വീണ്ടും സ്ഥാപിച്ചത്. ഇത് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇത് വെറും ഒരു കയർ കൊണ്ട് മാത്രം ബന്ധിപ്പിച്ചാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ വീണ്ടും പുനഃസ്ഥാപിച്ചത്. അന്ന് തന്നെ ആശങ്ക പ്രകടിപ്പിച്ചതുമാണ്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ പാപനാശത്ത് സ്ഥാപിച്ചിരുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വീണ്ടും തകരുന്ന ഒരു അവസ്ഥയുണ്ടായത്. കോഴിക്കോട് NITയുടെ പഠനാവശ്യത്തിനാണ്, സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള പഠനാവശ്യത്തിനായാണ് ഈ വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ സ്ഥാപിച്ചത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ബോർഡും അതിൻ്റെ സമീപത്ത് തന്നെ വച്ചിരുന്നു. എന്തായാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ച സുരക്ഷാ പഠനം കൂടി പൂർത്തിയാക്കിയ ശേഷം ടൂറിസം വകുപ്പിൻ്റെ കൂടി അനുമതിയോടുകൂടി വീണ്ടും സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചിരുന്നത്. എന്തായാലും വീണ്ടും ഈ രണ്ടാമത്തെ പ്രാവശ്യവും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാണ് വർക്കലയിലുള്ള ആളുകൾ.